സുജേട്ടാ നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപി പറയുന്നത് പോലെ നിങ്ങളൊക്കെ ആരാ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ ഇന്ത്യ ചൈനയുടെ വിഷയം എന്ന് പറയുന്നത്. അയ്യോ, ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാൻ നിന്നൊരു ടീമാണ്. ജയശങ്കർ ചൈനയിൽ പോയി കഴിഞ്ഞ ശേഷം ചത്തു കിടന്ന ഷീ ജിൻപിങ് ചാടി എഴുന്നേറ്റ് വന്ന് ജയശങ്കറിനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കാണുന്നു. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നം പോലെ തോന്നുകയാണ്. ഇന്ന് ചൈന പഹൽഗാം അറ്റാക്കിനെ അപലപിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടി കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞത്. പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ആ ചൈന ഇന്ന് ഇന്ത്യയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പാകിസ്ഥാനെ തള്ളിപ്പറയുകയാണ്. ഇതാണ് ഒരു നയതന്ത്ര വിജയം എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം ഇതാണ് യഥാർത്ഥത്തിൽ ഒരു നയതന്ത്ര വിജയം. കാരണം ഇന്നലെ വരെ നമ്മുടെ ശത്രു രാജ്യത്ത് നിന്ന ശത്രുസ്ഥാനത്ത് നിന്ന ഒരു വമ്പൻ രാജ്യം ഇന്ന് നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് ഈ ഭീകരവാദത്തെ കൗണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു നയതന്ത്ര വിജയം തന്നെയാണ്. പക്ഷേ ചൈന ഇത് ചെയ്യാൻ അതിന്റെ പുറകിൽ ഒരുപാട് കാരണങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ നാറ്റോ മേധാവിയുടെ ഭീഷണി വന്നപ്പോൾ റഷ്യയും ചൈനയും സംയുക്തമായി ചേർന്ന് ഇന്ത്യയോട് ഒരു അഭ്യർത്ഥന കൂടെ നടത്തിയിട്ടുണ്ട്. കാരണം യവന്മാരിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അപ്പൊ ഇന്ത്യ കൂടെ ഒന്ന് സഹകരിച്ച് നമുക്ക് നമ്മുടെ ട്രോയിക്ക ഒന്ന് ശക്തിപ്പെടുത്തണം, RIC ട്രോയിക്ക. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കണം, നമുക്കും പടനീക്കങ്ങൾ നടത്താൻ അറിയാം എന്ന് ഇവന്മാർ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ളൊരു പ്രസ്താവന ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ട്രംപ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചുക്കും നടക്കാൻ പോണില്ല. ട്രംപ് വലിയ കാര്യത്തിൽ പറയാണ്, ഒരു ചുക്കും നടക്കാൻ പോണില്ല. ഞാൻ ഹാപ്പിയാണ്, കാരണം ഇത് ചുക്കും നടക്കാൻ പോകുന്നില്ല. എനിക്കറിയാം എന്തെങ്കിലും നടത്താനായിട്ട് പോകുമ്പോൾ ഞാൻ താരി പഠിച്ചു കൊടുക്കുമല്ലോ എന്നാണ് ട്രംപിന്റെ ഒരു വിചാരം. അപ്പൊ അതും ഇവിടെ യേശുന്നില്ല എന്നുള്ളത് ഈ മണ്ടൻ ഇതുവരെ മനസ്സിലാവുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. അപ്പോ ഇങ്ങനത്തെ ഒരു വിഷയം ചൈന കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. ചൈന വിശ്വസിക്കാൻ പറ്റില്ല വിശേട്ടാ, ചതിയനാണ്. എന്താണ് തോന്നുന്നത്? ഇവൻ ചതിക്കുമോ? ഇവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമാണോ ഇവൻ ഈ കാണിക്കുന്നത്? റഷ്യ പിന്നെ പിന്നിലുണ്ട്, അത് നമുക്ക് ഓക്കെയാണ്. പിന്നെ നാറ്റോ ഇപ്പൊ വരുന്നത് കൊണ്ട് ചൈനയ്ക്ക് ഒരു പേടിയുണ്ട്. അപ്പൊ നമ്മൾ മൂന്നുപേരും കൂടെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് ചൈനയ്ക്ക് തോന്നുന്നുണ്ട്. അതെ, ഇത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചൈനയുടെ ഒരു പശ്ചാത്താപമാണ്. അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ നടന്ന ചില പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട്. കാരണം ഇത് ഈ പൽഗാവിൽ ഈ പറയുന്ന ഭീകരാക്രമണം നടന്ന നമ്മുടെ 26 പേർ കൊല്ലപ്പെട്ടതിന് ശേഷം ഏപ്രിൽ 22-നായിരുന്നു അത്. ഏപ്രിൽ 25-ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഒരു പ്രമേയം വരുന്നു. ആ പ്രമേയത്തിൽ വ്യക്തമായി തന്നെ ഈ ലഷ്കർ-ഇ തോയ്ബയുടെ പേരും ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പൽഗാം ഭീകരാക്രമണത്തിന്റെ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭീകര സംഘടനയുടെ പേരും വളരെ സ്പഷ്ടമായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം അതിനകത്ത് ഭീകരന്മാരുടെ പേരുകളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പ്രസ്താവന വരുന്നത്. പക്ഷെ ആ പ്രസ്താവനയില് ഈ പറയുന്ന സംഘടനയുടെ, അതായത് ഈ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ പേരും ഈ ലഷ്കർ-ഇ തോയ്ബയുടെ പേരുമൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ചൈനയും പാകിസ്ഥാനും വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അമേരിക്കയുടെ ഒരു പരോക്ഷ പിന്തുണയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ പേരില്ലാതാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഈ പ്രമേയം പാസ്സായത്. അതായത് ഭീകരാക്രമണത്തെ എതിർക്കുന്നു എന്ന് ഉള്ള ഒരു ഇതിലാണ് കൊടുത്തിരുന്നത്. എന്തുകൊണ്ടാണ് ആ പേര് നീക്കം ചെയ്യാൻ ചൈനയും പാകിസ്ഥാനോടൊപ്പം ചൈനയോട് നിന്ന് വെച്ചാൽ ചൈനയും പാകിസ്ഥാനും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വെപ്രാളം കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേരുകൾ കൂടി വന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് റെസിസ്റ്റന്റ് ഫ്രണ്ടും അത് ഈ ലഷ്കർ-ഇ തോയ്ബയുടെ പ്രോക്സിയാണ്, അത് വിദേശ ഭീകര സംഘടനയാണ്, പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സംഘടനയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് ദോഷകരമായി ബാധിക്കും. കാരണം എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ഭീകര സംഘടനയെ ഭീകര സംഘടനയെ ഈ ആഗോള ഭീകരവാദ പട്ടികയിൽപ്പെടുത്തിയാൽ പാകിസ്ഥാൻ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. കാരണം ഈ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഭീകര രാഷ്ട്രങ്ങൾക്ക് ഫണ്ട് നൽകാൻ ഐക്യരാഷ്ട്രസഭയ്ക്കോ IMF-നോ മറ്റ് ബാങ്കിങ് സ്ഥാപനങ്ങൾക്കോ കഴിയില്ല. അതായത് ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകണമെങ്കിൽ ഒരുപാട് സഹായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ആ സഹായങ്ങൾ കിട്ടില്ല. അതിന് ഒരുപാട് ക്രൈറ്റീരിയകൾ അവർ നോക്കും പൈസ കൊടുക്കുന്നതിന്. അത് തിരിച്ചടവിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അവിടുത്തെ ജനങ്ങളുടെ പോപ്പുലേഷൻ, അവിടുത്തെ GDP, ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. അതിനേക്കാൾ വലിയ ഇമ്പോർട്ടന്റ് അവിടുത്തെ രാജ്യത്തിന്റെ സുസ്ഥിരമായ ഭരണമാണോ അതോ ഭീകരവാദികൾക്കായിട്ടാണ് ഇവർ ഫണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ. അങ്ങനെ ഇവരെ ബ്ലാക്ക് ലിസ്റ്റിലാണ് പെടുത്തിയിരുന്നത്. അപ്പൊ അമേരിക്ക സഹായിച്ച് ഇവർ ബ്ലാക്കിൽ നിന്ന് ഗ്രേ ലിസ്റ്റിലേക്ക് കടന്നു കൂടിയ സമയത്താണ് ഈ ബൽഗാമിൽ ഈ പണി ഒപ്പിച്ചു വെച്ചത്. അപ്പൊ ഇനി അവിടെ കൂടി ഈ പേര് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലാക്കിൽ നിന്ന് നേരെ താഴോട്ട് പോകും. ആ സമയത്ത് ഈ IMF-ൽ നിന്ന് പാകിസ്ഥാന് കിട്ടാനുള്ള ഒരു പെൻഡിങ് തുകയായിട്ടുള്ള ഒരു $8,000, അതോ 10,000 ആണോ എന്നറിയില്ല, $8,000 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ $8,000
എണ്ണായിരം കോടി രൂപ അങ്ങനെയാണ്. 8,000 കോടി രൂപ പാകിസ്ഥാന് രണ്ടാം ഗഡുവായിട്ട് അനുവദിക്കാനുണ്ട്. അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ തൽക്കാലം ഈ പേരുകൾ പറയണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രവുമല്ല, ഈ ട്രംപിന്റെ താരിഫ് യുദ്ധം പോകുന്നു. ട്രംപ് വിചാരിച്ചെന്നല്ല താരിഫ് യുദ്ധം പോകുന്നത്. ട്രംപ് വിചാരിച്ചത് ഞാൻ ഈ താരിഫ് പറയുകയും മറ്റു രാജ്യങ്ങൾക്ക് താരിഫ് അടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ രാജ്യങ്ങൾ ഭയന്ന് തന്റെ വരുതിക്ക് നിൽക്കുമെന്ന് കരുതിയെടുത്ത് ഒരു രാജ്യങ്ങളും, എന്തിനേറെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പോലും ട്രംപിന്റെ വരുതിക്ക് നിൽക്കാത്തൊരു സാഹചര്യം വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ ഹർദീപ് സിംഗ് പുരി, നമ്മുടെ പെട്രോളിയം മന്ത്രി പറയുന്നത്, ഞങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങും ഇനി, കാരണം ഞങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നത് ഞങ്ങൾ വാങ്ങാൻ പറ്റില്ല, താരിഫൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അതൊക്കെ പോയ വഴി പോകുമെന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യയെ അനുനയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു അമേരിക്ക ഈ പറയുന്നത് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന. അത് ഇത്രയും നാളും കാശ്മീരിന്റെ സംഘടന എന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇന്ത്യ 6 വർഷമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ലോകരാജ്യങ്ങളോട്, ഇത് ആഗോള ഭീകര സംഘടനയാണ്, ഇത് വിദേശ ഭീകര സംഘടനയാണ്, നിങ്ങൾ ആ ഗണത്തിൽ ഇവരെ പെടുത്തണം എന്ന് പറഞ്ഞാൽ ആരും കേട്ടില്ല. അവസാനം അമേരിക്ക അതിന് തയ്യാറെടുത്തു. അമേരിക്ക ആ സംഘടനയെ ഇട്ടു. അപ്പോഴേക്കും അതിന് മുമ്പ് ഇവിടെ വേറൊരു കളം ഒരുങ്ങി കഴിഞ്ഞിരുന്നു. കാരണം ട്രംപിന്റെ താരിഫ് യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അതിന് തിക്തഫലം അനുഭവിക്കുന്ന രാജ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ചൈനയാണ്. നിലവിൽ അവർ താരിഫ് കൊണ്ട് വരയുന്നു. 2 റഷ്യയാണ്. ഇവിടെയാണ് റഷ്യ, ചൈന, ഇന്ത്യ ആ സഖ്യം ഒന്നിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന നമ്മുടെ ഈ ബ്രിക്സ് എന്ന് പറയുന്ന സ്വപ്നം തകർന്ന് തരിപ്പണമായി പോകും. നമ്മൾ വീണ്ടും ഈ ട്രംപിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുമെന്നൊരു സാഹചര്യം. അപ്പോഴിവിടെ എന്താണ് വേണ്ടത്? പരസ്പര വിശ്വാസത്തിലൂടെ മുൻപോട്ട് പോകാനായി കഴിയും. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച നീക്കങ്ങളുമായി ചൈന രംഗത്തെത്തി നമ്മളുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു. നമ്മളുമായിട്ട് എസ് ജയശങ്കറിനെ അപ്രതീക്ഷിതമായി വിളിക്കുന്നു, ഷീ ജിൻപിങ് വിളിക്കുന്നു, വിളിച്ച് കാണുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷം എന്താണ് ചൈന ചെയ്തതെന്ന് നോക്കുക. അതിനുശേഷം ഉടൻ തന്നെ ഇത് കണ്ടുകൊണ്ടാണ് അമേരിക്ക അടുത്ത് നീക്കം നടത്തിയിട്ട് ഈ ഭീകര സംഘടന, അതായത് ഇന്ത്യയെ സന്തോഷിപ്പിച്ച് നിർത്തണമല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിലെ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഭീകര സംഘടനയാണ് പ്രഖ്യാപിച്ചത്. ഇത് കണ്ടപ്പോൾ ചൈനയ്ക്ക് അപകടം മണത്തു. കാരണം ഇവര് വീണ്ടും ഇതിനെ ഒപ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി പാടും. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നത് ഭീകരവാദമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തേ മതിയാകൂ. കാരണം പാകിസ്ഥാൻ അല്ല വലുത്, ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്കെങ്കിലും അത് വേണം. അതുകൊണ്ട് കാരണം ഈ സഖ്യം, RIC സഖ്യം, ആ സഖ്യം ട്രോയ്ക്കയുടെ ആ ഒരു മുമ്പോട്ടുള്ള പോക്കിന് ചൈനയാണ് ഇപ്പോൾ മുൻകൈ എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാർത്ത കൊടുത്തിരുന്നു. ബീജിംഗ് ആണ് ഇപ്പൊ അതിന് മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 3 പേരും മൂന്നായിട്ട് നിന്നാൽ ഇനി ഈ സഖ്യം മുൻപോട്ട് പോയില്ല. അതുമാത്രവുമല്ല, ബ്രിക്സിനെ ഇനി രക്ഷിക്കാനാകില്ല. അത് വ്യക്തമായിട്ട് തന്നെ റഷ്യ പറഞ്ഞത് ഇന്ത്യ, ചൈന, റഷ്യ ഈ 3 രാജ്യങ്ങളാണ് ബ്രിക്സിന് രൂപം നൽകിയത്. സ്ഥാപക രാജ്യങ്ങളാണ്. പിന്നീട് ബ്രസീലിലൂടെ വന്നു. സ്ഥാപക രാജ്യങ്ങളാണ്. നമ്മളിപ്പോൾ തകർന്നാൽ ഈ ബ്രിക്സ് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം ഇതോടുകൂടി തീരും. അതാണ് ട്രംപ് പറയുന്നത്. ഈ സഖ്യം തകരും, ഇല്ല ഞാൻ തകർക്കും എന്ന് പറയുന്നതിന് കാരണം ഇതിനിടയിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ ഒരു വിള്ളൽ ഉണ്ടാക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തുറുപ്പ് ചീട്ടുകൾ പുള്ളി ഇറക്കി മുമ്പോട്ട് വിടുന്നത്. അപ്പൊ ഇതിൽ കൊത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈന ഒന്ന് കടത്തി വെട്ടി, ഇല്ലെങ്കിൽ ഒരു ചെക്ക് പറഞ്ഞു അമേരിക്കയുടെ നീക്കത്തിലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അമേരിക്ക ഇവരെ ഭീകരവാദ പട്ടികയിലേക്ക് പെടുത്തുന്നു. നെക്സ്റ്റ് ഡേ ചൈനീസ് വിദേശകാര്യ വക്താവ് മാധ്യമങ്ങളെ വിളിച്ചിരുത്തിട്ട് ഞങ്ങളുടെ പുതിയ സ്റ്റാൻഡ് എന്താണെന്ന് അവർ പറയുകയാണ്. ഞങ്ങളുടെ പുതിയ സ്റ്റാൻഡ് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം നിർത്തുക, ഈ പ്രദേശത്തിന്റെ സുരക്ഷയ്ക്കാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് ചൈന ഒഫീഷ്യലായിട്ട് നൽകുന്നു. നാളിതുവരെ ചെയ്യാത്തൊരു കാര്യമാണത്. അതായത് അമേരിക്ക ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഇതിറക്കുന്നു, അതിനെ ചൈന വെട്ടുന്നു എന്ന് മാത്രം നമ്മൾ ഇതിനെ കരുതിയാൽ മതി. കാരണം ചൈനയെ സംബന്ധിച്ച് എക്കാലമൊന്നും നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തൊന്നുമില്ല. കാരണം ഇവിടെ 2 വിഷയങ്ങളുണ്ട്. ഈ എന്താ പറയുന്നത്, 2 പേരും ഒന്നാമതെത്താൻ മത്സരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയും ചൈനയും. അപ്പോൾ എന്തായാലും അവരൊരുമിച്ച് എല്ലാ തരത്തിലും സഹകരിച്ച് മുമ്പോട്ട് പോകുമെന്നൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഇപ്പൊ സ്കൂളിലാണെങ്കിൽ നമ്മളൊരു ക്ലാസ്സിൽ 1ാം റാങ്കുകാരും 2ാം റാങ്കുകാരും തമ്മിൽ എപ്പോഴും നല്ല മത്സരം തന്നെ ആയിരിക്കും. 2ാം റാങ്കുകാരന്റെ സ്വപ്നം മുഴുവൻ 1ാം റാങ്കിലേക്ക് എത്തുക എന്നുള്ളത്, 1ാം റാങ്കുകാരന്റെ ലക്ഷ്യം എന്നും 1ാം റാങ്ക് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ മേഖലയിലെ 2 മുൻപോട്ട് കുതിക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾ ആയിട്ട് മുൻപോട്ട് പോകും. പക്ഷെ ഒരു വലിയ രീതിയിലുള്ള ഒരു സഹകരണമോ മറ്റോ ഏതായാലും ഈ അതായത് സൈനികപരമായ സഹകരണം എന്തായാലും ഉണ്ടാകില്ല. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സഹകരണം
ഈ അതിർത്തി പ്രശ്നങ്ങൾ കുറച്ച് പരിഹരിക്കപ്പെടുക, ഒപ്പം തന്നെ അതിർത്തി സേഫാക്കുക, സമാധാനപരമാക്കുക എന്നുള്ളതാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായി. ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ചൈനയെ സംബന്ധിച്ച് ഇങ്ങനെ സ്നേഹത്തിൽ പോവുക, ഒപ്പം തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പുതിയൊരു വിപണി കണ്ടെത്തുക. കാരണം ഇന്ത്യയെ പോലെ ഒരു സ്ഥലത്ത് വിപണി കണ്ടെത്തുക. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം വേറൊരു പണി കൂടെ അവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവരിപ്പോ ഈ ഇലക്ട്രിക് കാറുകളുടെ ഇതുണ്ടല്ലോ, ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ, നേരത്തെ തന്നെ റെയർ മെറ്റൽസ് അവർ നിർത്തിയിരുന്നു. ഇപ്പൊ റെയർ മെറ്റൽസ് കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അവരതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആഗോള വിപണിയിൽ ഇപ്പം ഈ ചൈനീസ് ഇലക്ട്രിക്കൽ കാറുകൾക്ക് വലിയ ഡിമാൻഡാണ്. അപ്പം ആ ഡിമാൻഡിലേക്ക് ഈ ടാറ്റ, മഹീന്ദ്ര, ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് ഇലക്ട്രിക്കൽ കാറുകൾ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്പീഡ് കുറയ്ക്കുക, അതായത് അതിന്റെ ഒരു ഉത്പാദനത്തിന്റെ സ്പീഡ് കുറയ്ക്കുക എന്ന ലക്ഷ്യമായിട്ടുണ്ട് ഇപ്പൊ അതിന്റെ പാർട്സുകൾ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ അതിനിപ്പം മോദി അടുത്തൊരു ട്രിപ്പ് പോകുമെന്ന് തോന്നി, പാർട്സ് കിട്ടുന്ന സ്ഥലത്ത് നോക്കിയിട്ട് വേറെ കുറച്ച് രാജ്യങ്ങളിൽ പോയിട്ട് ഇനി അവിടുന്ന് ഒരു കോൺട്രാക്ട് ഉള്ളിൽ വെക്കും. അതോടെ കഴിയുമ്പോൾ അതിന്റെ കാര്യവും കൂട്ടിക്കെട്ടും. കാരണം ഇപ്പൊ റെയർ മെറ്റൽസിന്റെ നിരോധനം എടുത്ത് മാറ്റി ഇപ്പം. കാരണം ഇപ്പൊ നമ്മൾ വേറെ രാജ്യങ്ങളായിട്ട് ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഉള്ള കഞ്ഞി കൂടെ പാർട്ടിയോടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് മാറ്റി. ഇപ്പൊ പകരം നിയന്ത്രണം ഏർപ്പെടുത്തി, നിരോധനമല്ല നിയന്ത്രണം. അപ്പൊ 10 തന്ന സ്ഥലത്ത് ഇപ്പൊ 5 ഒക്കെ തരുന്നുള്ളൂ, അങ്ങനത്തെ ഒരു നിയന്ത്രണം. അപ്പൊ അതും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പം ഒരു പുതിയ വിപണി കണ്ടെത്തുക എന്നാണ് ചൈനയുടെ ലക്ഷ്യം. റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഈ ഒരു യുദ്ധത്തിൽ അവർ തോറ്റുപോയാൽ, ഇപ്പോൾ നടക്കുന്ന ഫൈറ്റിൽ അവർ തോറ്റുപോയാൽ, ഇനി ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിലേക്ക് റഷ്യ എന്ന മഹാരാജ്യം പോകും. അതുകൊണ്ട് തന്നെ റഷ്യ രണ്ടും കൽപ്പിച്ചിടാ, ഞങ്ങളുണ്ട്, എന്തിനു വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്, അടിക്കാനാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ വെപ്പൺസ് ഉണ്ട്, എടുത്ത് അറിഞ്ഞം പുറഞ്ഞം നമുക്ക് ചെയ്യാം, ഞങ്ങൾ റെഡിയാണ്. കാരണം ഇത് ഒരു അവസാനത്തെ ഇതാണ്. ഇവിടെ ഒന്നിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ട്രംപിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ അമേരിക്കയുടെ അധീശത്വം അല്ലെങ്കിൽ അമേരിക്കയുടെ ലോക പോലീസ് പദവി തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ അതിനെ കരുത്താർജിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യമെങ്കിൽ, ഈ മൂവർ സംഘത്തിന്റെ ലക്ഷ്യം ഇനി നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ ഇവിടെ ഒരു പവറായി മാറുക, വിലപേശാൻ കഴിവുള്ളവരായി മാറുക എന്ന രീതിയിലേക്ക് വരണം എന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ ഈ 3 രാജ്യങ്ങൾക്കും 3 തരം സ്വപ്നങ്ങളും കാര്യങ്ങളുമാണ് ഉള്ളത്. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് അടിക്കും പിടിക്കും യുദ്ധത്തിനൊന്നും പോകണമെന്ന് യാതൊരു താല്പര്യമില്ല. നമ്മുടെ കച്ചവടം നടന്നു പോകണം, ഭംഗിയായി പോകണം, നമുക്ക് സമാധാനം വേണം. അതാണ് നമ്മൾ ചൈനയോടും റഷ്യയോടും ഒക്കെ പറയുന്ന കാര്യം. അതാണ് നമുക്ക് സ്വസ്ഥത വേണം, നമുക്ക് ജീവിക്കണം. ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം മുമ്പോട്ട് വെക്കുന്നത്. അപ്പം ചൈനയ്ക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും ഇത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞ് വെറുതെ സാമ്പത്തിക രംഗം താറുമാറായി പോകുന്നതിനേക്കാൾ നല്ലത് സ്നേഹത്തിൽ പോവുക. പക്ഷെ ഇന്ത്യ വിപണി ഒന്ന് തുറന്നു തരണം കുറച്ചെങ്കിലും. അതാണ് ചൈന മുമ്പോട്ട് വെക്കുന്ന കാര്യം. ഇപ്പൊ ഇന്ത്യ എന്നുള്ള സാധനങ്ങൾ ഇപ്പോൾ ഒരുപാട് കയറി പോകുന്നുണ്ട്. 2024-25 പുതിയ ട്രേഡിംഗ് കാണിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഇലക്ട്രോണിക് സാധനങ്ങൾ കയറി പോകുന്നുണ്ട്. എനിക്കത് സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേനും വിയറ്റ്നാമിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ചൈനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ ചൈനീസ് കമ്പനികളോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള 2 പ്രബല രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. ഇവരെ കൂടി ശക്തമായി പിടിച്ച് ബാക്കിയുള്ള ബ്രിക്സിനെ കൂടെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ റഷ്യ എന്ന് പറയുന്നത് ഈ ഭൂഗോളത്തിൽ അമേരിക്കയ്ക്ക് ബദൽ റഷ്യ എന്നുള്ള ആ പേര് നിലനിർത്താൻ കഴിയും. ഇതാണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിലുള്ള ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റും.